ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലത് എനിക്ക് വിപരീതമായി നടക്കുന്നു. ഒരു കാര്യം ഓർക്കുക, എനിക്ക് നല്ലത് വരുത്താൻ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുള്ളൂ. കർത്താവ് അതെനിക്ക് തരുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു വേദനയുണ്ടാകും, കിട്ടാതെ വരുമ്പോൾ ഒരു വേദനയുണ്ടാകും, ഒരു വിഷമമുണ്ടാകും. പക്ഷേ കർത്താവിനൊരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. രോഗാവസ്ഥ വരുമ്പോൾ കുഞ്ഞിന് മാതാപിതാക്കള് മരുന്ന് കൊടുക്കും, അവനത് കയ്പ. പക്ഷേ അപ്പനും അമ്മയ്ക്ക് അത് കൊടുക്കാണ്ട് പറ്റില്ല. അവര് രോഗം മാറണം, അവനത് മനസ്സിലാക്കില്ല. അവൻ കരയും, വേണ്ട എന്ന് പറയും. ഇതെന്തിനാ എനിക്ക് തരുന്നത്, ഇതെന്തിനാ, വളരെ ബുദ്ധിമുട്ടാണ് കഴിക്കാന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ദൈവം ഒരു പദ്ധതി നല്ലത് മാത്രം വരുത്താൻ വേണ്ടി അതൊരു കുറച്ച് സമയം വൈകിപ്പിക്കും, അല്ലെങ്കിൽ നല്ലത് തരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ നമ്മളപ്പോഴേക്കും പരിതപിക്കും, അതുപോലെ പിണങ്ങും, നമ്മൾ വഴക്കിടും. നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റാറ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം നല്ലത് മാത്രം തരുള്ളൂ എന്ന് നാം ചിന്തിക്കുക.